ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് മിററിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വലിയ സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട മാത്യു അച്ഛനും ഞാനും ചേർന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ കാത്തലിക് മിറർ ആനുകാലികമായ പല സംഭവങ്ങളെയും, അതായത് സഭയിലും ലോകത്തിലും സംഭവിക്കുന്ന ആനുകാലികമായ സംഭവങ്ങളെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ കണ്ണിൽ കൂടി നമുക്കങ്ങനെ കാണണം എന്നതിനു വേണ്ടി സഹായിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് പ്രാർത്ഥനാപൂർവ്വം കാണണം. കണ്ടിട്ട് അവസാനം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഇത് ഷെയർ ചെയ്യണം. എന്തായാലും പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് വരാം. മാത്യു വെച്ചാൽ ഇന്ന് ഏത് വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്? വിശേഷ ഇന്ന് കത്തോലിക്ക വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്ന ചില പ്രവണതകളെ നമുക്കൊന്ന് ചിന്തിക്കാം. പ്രധാനമായിട്ടുള്ളത് കത്തോലിക്ക വിശ്വാസം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിലൂടെ യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന ഒരു വ്യക്തിയുടെയും അനുഭവമാണ്. അപ്പം യേശുക്രിസ്തുവിലാണ് അവൻ്റെ ആദ്യവും അന്ത്യവും ജീവിതവും ജീവനും എല്ലാം. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ കത്തോലിക്ക വിശ്വാസത്തിൽ വളർന്നു വന്നിട്ട് സമൂഹത്തിൽ സെലിബ്രിറ്റികളായവർ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ പല അവരുടേതായ നേട്ടങ്ങൾ കൈവരിച്ച് സമൂഹത്തിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ, അവർ കത്തോലിക്ക വിശ്വാസത്തിനെതിരായിട്ട് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ, കത്തോലിക്ക വിശ്വാസത്തിനെന്ന് മാത്രമല്ല ദൈവവിശ്വാസത്തിന് പോലും എതിരായിട്ട് പറയുന്നത് പല യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റഗ്രാം പേജിലും ഒക്കെ കാണുവാനിടയായി. അപ്പോൾ ഉറച്ച വിശ്വാസമുള്ള വിശ്വാസികളെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നമല്ലെങ്കിലും വിശ്വാസത്തിൽ അല്പം പുറകിൽ നിൽക്കുന്ന വ്യക്തികൾക്ക്, യുവജനങ്ങൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ, ഭൂരിഭാഗം പേർക്കും അല്ല, സഭയിലെ അനേകം പേർക്കും വിശ്വാസത്തിന്റെ ഒരു കുറവുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊരു ഉതപ്പിന് കാരണമാവില്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അങ്ങ് സംസാരിച്ചാലോ? തീർച്ചയായിട്ടും. ഈ ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നേ, തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി IHS മിനിസ്ട്രിക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അച്ഛൻ ഇങ്ങനെ ഒരു ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നതും. അപ്പോൾ ഇതിനകത്ത് ഒരേ സമയത്ത് നമ്മൾ അച്ഛൻ പറഞ്ഞതുപോലെ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസത്തിന് എതിരെ സംസാരിക്കുന്നവരോട് ഒരു കരുണയോട് കൂടിയും, കാരണം അവരൊരു പക്ഷേ ചെറുപ്പകാലങ്ങളിൽ അവർക്ക് ലഭിക്കാതെ പോയ ആ ഒരു വിശ്വാസം അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും അവരിങ്ങനെ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണെങ്കിലും അവരെ കൂടി ഈ സത്യവിശ്വാസത്തിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് വേണം നമ്മൾ സത്യസന്ധമായിട്ട് തന്നെ, ആരെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് ഒരു സോപ്പിടലൊന്നുമല്ല, സത്യസന്ധമായിട്ട് കാരണം നമ്മൾ കത്തോലിക്ക വിശ്വാസം നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സഭയുടെ ആ ഒരു മാതൃഹൃദയം കൊണ്ടാണല്ലോ നമ്മൾ ഈ വിഷയങ്ങളെല്ലാം സമീപിക്കേണ്ടത്. എന്തായാലും കാര്യമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. അച്ഛനെ ഏതൊരു ഇങ്ങനെ ഇപ്പം ചില കാര്യങ്ങൾ പലരെക്കുറിച്ചും പറഞ്ഞല്ലോ, അല്ല പല കാര്യങ്ങൾ കണ്ടെന്ന് പറഞ്ഞല്ലോ, അതിലേതൊരു വിഷയമാണ് ആദ്യം തന്നെ? അതെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം ധാരാളം യാത്രകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, സഞ്ചാരമൊക്കെ നടത്തുന്നയാളാണ് അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തും വളരെയധികം ശ്രേഷ്ഠമായ സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതൊരു വിഷയത്തെക്കുറിച്ചും അദ്ദേഹം പറയുമ്പോൾ ഒരു ആധികാരികമാണ് എന്ന രീതിയിൽ എടുക്കത്തക്ക രീതിയിൽ ഒരു മോട്ടിവേറ്ററും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരിക്കലും കാണാനായിട്ടിടയായി. ആ വീഡിയോയിൽ അദ്ദേഹം ഇങ്ങനെ സന്ദർഭവശാൽ പറയുന്നതാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് ഇതാണ്: ദൈവം സ്വർഗത്തിൽ എന്ത് വാഴയ്ക്കാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് തന്നെയാണ് അവർ തമ്പനയിലൊക്കെ ആയിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിന്റെ പുള്ളി പറയുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്: ലോകത്തിൽ ധാരാളം അനീതികൾ നിലനിൽക്കുന്നു. ഈ അനീതിയെല്ലാം കണ്ടിട്ട് ദൈവം പ്രവർത്തിക്കുന്നില്ല. അനീതിക്ക് ഇരയാകുന്നവർ അവർ ചൂഷണത്തിന് വിധേയരാവുകയാണ്, ചൂഷിതരും ചൂഷകരും എന്ന രീതിയിൽ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടും പ്രവർത്തിക്കാത്തൊരു ദൈവം, എന്നിട്ട് ഈ ചൂഷണം ചെയ്യുന്നവര് ഈ ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്താണ്? നിങ്ങൾ ഇവിടെ സഹിച്ചുകൊള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിച്ചോളൂ. അപ്പം മരണാനന്തര ഒരു സ്വർഗമുണ്ട്, അതിന് നിങ്ങൾ സഹിച്ചു എന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞ് മയക്കി അവരെ വീണ്ടും വീണ്ടും ചൂഷണം ചെയ്യുമ്പോൾ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം ആ സ്വർഗത്തിലാണെങ്കിൽ അദ്ദേഹം എന്ത് വാഴയ്ക്കാണ് ചെയ്യുന്നത്? ആ വാഴയ്ക്കെന്ന വാക്കാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അതേക്കുറിച്ച് അത് ഒത്തിരി പേര് അതിനിടയിലെ കമന്റ് നമ്മൾ വായിക്കുമ്പോഴാണ് ഇതിനോട് അനുകൂലിച്ചു നിരവധി കമന്റുകൾ വന്നിരിക്കുന്നത്. സത്യത്തില് ഇതിനൊരു ഉത്തരവുണ്ടോ? നമ്മൾ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണല്ലോ ഈ വിഷയങ്ങളെ നമ്മൾ സമീപിക്കുന്നത്. അച്ഛനിപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വന്നത് ക്രൈസ്തവ വിശ്വാസ അടിസ്ഥാനത്തിലായിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം ദൈവം ഏറ്റവും അധികം അനീതി കാണിച്ചത് സ്വന്തം പുത്രനോടാണെന്ന് പറയേണ്ടി വരും, ഈശോയെന്ന് പറയേണ്ടി വരും. ഒരു തെറ്റും പോലും ചെയ്യാത്ത, അതിപ്പം അത് ഈശോയുടെ അവകാശമല്ല, നിങ്ങളിൽ ആർക്കെങ്കിലും പാപം ആരോപിക്കാൻ കഴിയുന്ന ഈശോ പറഞ്ഞു.
അവനെ ഒറ്റിക്കൊടുത്തവനും പീലാത്തോസും ഒരു വശത്ത് നിന്ന് കള്ളനും എല്ലാവരും പറഞ്ഞു ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഈശോയ്ക്ക് യാതൊരു നീതി ലഭിച്ചിട്ടില്ല ഈ പറഞ്ഞ രീതിയിൽ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ സഹോദരനൊക്കെ പറഞ്ഞ ഒരു കാഴ്ചപ്പാടിലൂടെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നീതി കിട്ടാതെ പോയത് ദൈവപുത്രനായ ഈശോയ്ക്കാണ്. അതെ. അപ്പോൾ നമുക്ക് മനസ്സിലാകും, അല്ല ഇത് ഇങ്ങനെയല്ല നമ്മൾ ഈ വിഷയങ്ങളെ കാണേണ്ടത്, മറ്റൊരു രീതിയിലാണ് കാണേണ്ടത് നമുക്ക് മനസ്സിലാവും. ഇനി ആരെയാണ് ഇതിലിപ്പം അച്ഛന്മാരും മെത്രാന്മാരും കൂടിയാണോ വിശ്വാസികളെ നിർബന്ധിച്ച് ഇങ്ങനെ വിശ്വസിക്കുമെന്ന് പറയുന്നത്? അപ്പോൾ അന്നേരം മറ്റൊരു ചോദ്യം വരും, അവർക്ക് സഹനങ്ങളൊന്നുമില്ലേ? മെത്രാന്മാർക്ക് അച്ഛന്മാർക്ക് സഹനങ്ങളൊന്നുമില്ലേ? വിശ്വാസികളെ ഇങ്ങനെ പറഞ്ഞ് മയക്കുവാണെന്ന് പറയുന്നു. ഇവരുടെ കാര്യം എന്ത് ചെയ്യും? അപ്പം തീർച്ചയായിട്ടും ക്രൈസ്തവ വിശ്വാസം ജീവിക്കുന്ന നിലയിൽ അച്ഛന്മാർക്കും മെത്രാന്മാർക്കും സഹനമുണ്ട്. അപ്പം മറ്റുള്ളവരെ മയക്കുമരുന്ന് മാത്രമല്ല ഇത്, ആ രീതിയിൽ കാണാൻ പറ്റുകയില്ല. കാരണം ഈശ്വര വിശ്വസിക്കുന്ന എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്ന ഒരു വാഗ്ദാനമാണ് നമ്മൾ തിമോത്തിയിലകത്ത് വായിക്കുന്നത്. യേശു ക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നതാണ്, ഈ പറഞ്ഞ ഈ സഹോദരനല്ല ഇതുപോലെയുള്ളവർക്കോ പലവിധ കാരണങ്ങൾ കൊണ്ട് ചെറുപ്പത്തിൽ ഒരു വിശ്വാസം ലഭിച്ച് കാണുകയല്ല, അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയിൽ പലവിധ കാരണങ്ങൾ കൊണ്ട് ഇവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാമല്ലോ. പ്രത്യേകിച്ച് CCCയുടെ ഒരു ആദ്യ ഭാഗത്ത് കൃത്യം ഓർക്കുന്നില്ല, അവിടെ ദൈവവിശ്വാസം നഷ്ടപ്പെടാനുള്ള 6 കാരണങ്ങൾ പറയുന്നുണ്ട്. പല കാരണങ്ങൾ പറയുന്നത് ലോകത്ത് കാണപ്പെടുന്ന സഹനങ്ങൾ, അവർക്കുണ്ടാകുന്ന വ്യക്തിപരമായ പ്രശ്നങ്ങൾ, അങ്ങനെ പല കാരണങ്ങളുമേ. ഒന്നുകിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഈ സഹോദരനുണ്ടല്ലോ, വാഴയ്ക്ക എന്നൊക്കെ പറഞ്ഞ സഹോദരൻ, എനിക്ക് അദ്ദേഹം നമ്മുടെ ഹിറ്റ്ലറുടെ നാസി അവിടെ കണ്ടൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സ്വാഭാവിക രീതിയിൽ ഇങ്ങനെ ഒരു വിശ്വാസ കണ്ണിൽ കൂടെ അല്ലാതൊക്കെ നോക്കേണ്ടി കഴിയുമ്പോൾ ഇത്രയും പേര് ഇവിടെ സാധുക്കളെ പീഡനമേൽക്കുന്ന സമയത്ത് ദൈവം എവിടെയായിരുന്നു എന്നൊക്കെ ചിന്ത തോന്നാൻ സാധ്യതയുണ്ട്. അദ്ദേഹം കുറച്ചുകൂടി പുറകോട്ട് പോവുകയാണെങ്കിൽ വേറെ വലിയൊരു കാഴ്ചയുണ്ട്. അത് ആദ്യ നൂറ്റാണ്ടുകളിലാണ്. സഭയുടെ ചരിത്രമനുസരിച്ച് ആദ്യ 3 നൂറ്റാണ്ടുകളിലായി 1,20,00,000 രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട് സഭയിൽ. ഇവരാരും നിർബന്ധിച്ച് ആക്കിയല്ല, ഇവരാരും ഇപ്പം ഹിറ്റ്ലർ ചെയ്തതുപോലെ ആരെയും നിർബന്ധിച്ച് ഇവരെ ഒന്നും ചെയ്തതല്ല. ഒരു ഒത്തിരിയേറെ പേർ അനുഭവം പറയാൻ വേണ്ടി പറ്റും. ഒരനുഭവം പെട്ടെന്ന് ഓർമ്മിക്കുന്ന ഒരു ലോറൻസ് എന്ന് പറയുന്ന വിശുദ്ധൻ, അദ്ദേഹത്തെ പിടിച്ച് എണ്ണയിലേക്ക് ഇടുന്നു. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇന്ന് മറിച്ചിടും, ഇപ്പം പപ്പടമൊക്കെ പൊള്ളിച്ച് വലിയ ഭാഗം ശരിക്കും പൊള്ളിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട്. ഇപ്പോൾ തോമസ് മൂറിനെയൊക്കെ വധിക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് തോമസ് മൂറൊക്കെ അത് നീണ്ട താടി ഉണ്ടായിരുന്നു, അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം താടി പൊക്കിയിട്ട് പറയുകയാണ്, പാവം താടി, ഇതിൻ്റെ വെട്ടുകൊള്ളല്ല. എത്ര അല്ലേ, എന്തോ ഒരു പറയാൻ വാക്കുകളില്ല. അപ്പോൾ ആരും നിർബന്ധിക്കാതെ തന്നെ എന്താ ഇവരെ പ്രേരിപ്പിച്ച കാര്യം? ഇപ്പോൾ ഈ പറയുന്ന സഹോദരന്മാരൊക്കെ എനിക്ക് ചിന്തിക്കേണ്ട കാര്യം, ഈ 1 2 അല്ല, 100 കണക്കിന് 1000 ലക്ഷക്കണക്കിനും ആളുകളെ ഇതുപോലെ നിർബന്ധമൊന്നുമില്ലാതെ തന്നെ ഇതുപോലെ രക്തസാക്ഷിത്വം ഭരിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസം എന്ന ദാനത്തെക്കുറിച്ച് കൂടിയുള്ള വലിയൊരു ബോധ്യം ഉണ്ടാകണം. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ സയൻസിലൊക്കെ ആണെങ്കിലും പിന്നെ ഓരോന്നിനും ഓരോ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചാണ്. ഇപ്പോൾ ജലമാണ് H2Oയ്ക്ക് ജലം കിട്ടത്തുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞത് തന്നെ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും ക്രൈസ്തവ ആധ്യാത്മികത്തിൽ നിന്നും ഫലം ലഭിക്കണമെങ്കിൽ അത് പറയുന്ന ക്രമം അനുവർത്തിക്കണം. ഇപ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്ന അല്ലെങ്കിൽ സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളെയൊന്നും മാനിക്കാതെ മുന്നോട്ട് പോയിട്ട് ഇതിനകത്തൊന്നുമില്ല, ഇതിനകത്ത് വാഴയ്ക്കയാണ് അല്ലെങ്കിൽ ഇതിനകത്തൊന്നുമില്ല എന്ന് പറയുന്ന അർത്ഥമില്ല. ആദ്യം ഇവർ വന്ന് ഈ ബൈബിൾ പറഞ്ഞ ശരിയാണെന്ന് പരിശീലിച്ച് നോക്കട്ടെ, ബൈബിൾ പറയുന്ന ക്രമത്തിൽ പരിശീലിച്ച് നോക്കട്ടെ. ബൈബിൾ വായിച്ച് നോക്കിയിട്ട് ബൈബിളിൽ എന്തൊക്കെയാണ് പറയാൻ പറ്റാത്തത്? ദൈവമില്ല എന്ന് നമ്മളെ തെളിയിക്കാമെന്ന് പറയുന്നത് ബൈബിൾ എന്തൊക്കെ തെളിയിക്കാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ബൈബിൾ അനുശാസിക്കുന്ന രീതിയിൽ നമ്മൾ ബൈബിൾ വായിച്ച് അല്ലെങ്കിൽ സഭ പഠിപ്പിക്കുന്ന രീതിയിൽ ബൈബിൾ വായിച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അർത്ഥമുണ്ട് എന്ന രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ, ഒന്ന്, ദൈവപുത്രനായി ഈ പറഞ്ഞ ക്രമത്തിലാണെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായ ഈശോയ്ക്ക് തന്നെ പിതാവ് നീതി കൊടുത്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. 2, അനേകം രക്തസാക്ഷികൾ വളരെ ആവേശപൂർവ്വം ആരും നിർബന്ധിക്കാതെ തന്നെ. അതിൻ്റെ അർത്ഥം ഈ സഹനങ്ങൾക്കകത്ത് എന്തോ ഒരു വലിയ മൂല്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കളിയാക്കി പറഞ്ഞതാണെങ്കിലും സത്യവതാണല്ലോ, ഈ ഭൂമിക്ക് ശേഷം ഒരു ജീവിതമുണ്ടെന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ട് വിശ്വാസം കൊണ്ട് അറിയാൻ വേണ്ടി സാധിച്ചു. ഞാൻ ചിലപ്പോഴൊക്കെ പറഞ്ഞ ഉദാഹരണമേ, ഇപ്പോൾ അച്ഛൻ എന്നോട് 100 കാര്യങ്ങൾ പറഞ്ഞു, ഇന്നത് ചെയ്യുക, ഇന്ന സംഭവിക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് 99 ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ആ 99 അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പോൾ 100ാമത്തെ ഞങ്ങൾ വിശ്വസിച്ചേക്കും.
അത് ശരിയാവും. മനസ്സിലായില്ലേ? 100 പോലും ആവശ്യമില്ല, 50 കഴിയുമ്പോൾ നിർത്തും ഈ പറഞ്ഞ രീതിയിൽ. എന്ന് പറഞ്ഞത് തന്നെ ഈശോ പറഞ്ഞിരിക്കുന്ന 99% കാര്യങ്ങളും ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് പരിശീലിച്ച് ഫലം അനുഭവിക്കാവുന്നതാണ്. 100ാമത്തെ കാര്യമാണ് ഭൂമിക്ക് ശേഷം ജീവിതം ഉണ്ടെന്ന കാര്യം വിശ്വസിച്ച് നമ്മൾ ബാക്കിയെല്ലാം അവൻ്റെ വചനങ്ങളും ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുള്ളത് കൊണ്ട് ഭൂമിക്ക് ശേഷം ജീവിതമുണ്ടെന്ന് പറയും നമ്മൾ വിശ്വസിച്ചു. അത് വിശ്വസിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഈശോ ചെയ്ത് കാണിച്ചു തന്നാണല്ലോ. ഈശോ തന്നെ മരിച്ചു ഉയർത്തിയിട്ട് വന്നതോടുകൂടി ഈ ഭൂമിക്ക് ശേഷം ജീവിതം ഉണ്ടെന്നുള്ളത് ഈശോ തിയറി കൊണ്ടല്ല, പ്രാക്ടിക്കലായിട്ട് തന്നെ ഈശോ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ. അതുകൊണ്ട് ക്രൈസ്തവരെ സംബന്ധിച്ച്, വിശ്വാസമുള്ള ക്രൈസ്തവരെ സംബന്ധിച്ച് സഹനങ്ങൾ ഇപ്പം പ്രകൃതിയിൽ നമുക്ക് അത് ആരും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, അല്പം ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ പ്രകൃതി കാണപ്പെടുന്ന ദുരന്തങ്ങളൊക്കെ എങ്ങനെ വരുന്നു കുറച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന മനുഷ്യൻ പലവിധ രീതിയിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കൂടുതലായി എന്തെല്ലാം രീതിയിൽ, പിന്നെ നമ്മൾ പറയുന്ന പ്ലാസ്റ്റിക് നമുക്കറിയാമെന്നല്ലേ ഉള്ളൂ, എന്തെല്ലാം രീതി. അങ്ങനെ പ്രകൃതിയോട് മനുഷ്യൻ കാണിക്കുന്ന കാര്യങ്ങൾ വഴി പ്രകൃതി ഡിസോർഡർ ആകുന്നു, പല പല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശാസ്ത്രജ്ഞൻ പറഞ്ഞതുപോലെ ഏത് പ്രവൃത്തിക്കും തുല്യ വിപരീതമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും എന്ന രീതിയിലേ. അതുകൊണ്ട് നമ്മൾ ഏത് വശത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും ഈ പറഞ്ഞ രീതിയിൽ ഒരു ദൈവം എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടല്ല. ഇപ്പം ഇതിനകത്ത് ദൈവത്തെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല. ഈ ഒരു ഭൂമിയിൽ നടക്കുന്ന സാധനങ്ങൾക്ക് പ്രത്യേക ദൈവത്തെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ അല്പം ചിന്തിച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന ഡിസോർഡറുകളുടെ ഒരു പരിണിതഫലമാണ് മറ്റു കാര്യം അറിയാൻ വേണ്ടി തന്നെ സാധിക്കുന്നു എന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നു. ദൈവസ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ് ഒരാൾ മറ്റൊരാളെ ചൂഷണം ചെയ്യുന്നത്, ഒരാളെ കൊല്ലുന്ന, ഒരാളെ ബലാത്സംഗം ചെയ്യുന്ന, അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നതെല്ലാം ദൈവസ്നേഹവും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. കാരണം ഞാനിങ്ങനെ മാർഗഭാവം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നരകത്തിലേക്ക് പോകും എന്ന വിശ്വാസം ഉണ്ടാക്കി ഇതും ചെയ്തില്ല. പിന്നെ അതിനേക്കാളുപരി സ്നേഹം തൻ്റെ സഹോദരനോടാണ് ചെയ്യുന്നുള്ള ആ ഒരു ബോധ്യം വന്നു കഴിയുമ്പോൾ അതിലേക്ക് പോകത്തില്ല. അത് അറിവിൻ്റെ അപ്പുറത്ത് ഹൃദയത്തിലെ സ്നേഹം കൊണ്ടാണല്ലോ. അതെ, ശരിക്കും വിശ്വാസം ഹൃദയത്തിൽ സ്നേഹമായി രൂപാന്തരപ്പെട്ടാലേ ഇതിനൊരു പരിഹാരം. രണ്ടും വേണം. ഒന്ന്, ക്രൈസ്തവ വിശ്വാസത്തിൽ വേര് ഊന്നണം. വിശ്വാസം അറിവ് ഒന്നല്ലല്ലോ. ഒരാൾക്ക് പുസ്തകം മുഴുവൻ വായിച്ചിട്ട് കത്തോലിക്ക വിശ്വാസം അറിയാൻ വേണ്ടി പറ്റും, പക്ഷെ അറിവല്ല വിശ്വാസം. വിശ്വാസം ഒരു ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ സഹകരണം ഉണ്ടെങ്കിൽ തന്നെ ഒരു ദാനം കൂടിയാണല്ലോ. പലരും അറിവിനെ വിശ്വാസം എന്ന് വിചാരിക്കുന്നത്. ഇവരിങ്ങനെ പുസ്തകം വായിച്ച് കിട്ടിയ അറിവിനെ ഞാൻ പുസ്തകം വായിച്ചിട്ടുണ്ട്, അങ്ങനെ വായിച്ചിട്ടുണ്ടല്ലേ. പക്ഷേ അതൊരു കാരണം വിശ്വാസം കിട്ടുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് ആനുപാതികമായ രീതിയിലുള്ള കാര്യങ്ങൾ ആ വ്യക്തിയിൽ സംഭവിക്കണമല്ലോ എന്നേ. അതെ. അതുപോലെ തന്നെ കത്തോലിക്ക വിശ്വാസത്തെ സംബന്ധിച്ച് മറ്റൊരു വലിയൊരു തടസ്സം സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ കാണുന്നതേ, യേശുക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തെ മറച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ചില ആശയങ്ങളെ പൊക്കിപ്പിടിക്കുന്ന പ്രഘോഷണങ്ങൾ, അത്തരം ധ്യാനങ്ങളും അത്തരം ചിന്തകൾ, അതായത് ഇപ്പം ദൈവം യേശുവാണ് ദൈവം എന്ന് ഡയറക്റ്റായിട്ട് പറയുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങോട്ട് എംഫസൈസ് ചെയ്യുകയോ ചെയ്യാതെ ദൈവം സ്നേഹമാണ്, അതെല്ലാ മതങ്ങളും പറയുന്നുണ്ട്. ഇപ്പം ഖലീൽ ജിബ്രാൻ അങ്ങനെ പറയുന്നുണ്ട്, ബുദ്ധമതത്തിലുണ്ട്, ധ്യാനത്തിലിരിക്കൂ, ഇങ്ങനെയൊക്കെ പറയുന്ന ധ്യാന ചിന്തകരും അത് അവർ വളരെ സരസമായ ഭാഷയിൽ, വളരെ മനോഹരമായ ഭാഷയിലൊക്കെ അംഗീകരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അതിലേക്ക് പോകുന്നുണ്ട്. അത്തരം ചിന്താഗതി പുലർത്തുന്ന ഫേമസ് ആയിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകർ, അതായത് സെലിബ്രിറ്റീസ്, അവരെ സെലിബ്രിറ്റീസ് എന്ന് വിളിക്കുക, അവരൊക്കെ ഇത്തരം ആൾക്കാരുടെ ധ്യാനങ്ങളിൽ പങ്കെടുത്തിട്ട് അവര് ഈ അച്ഛൻ അങ്ങനെ പറഞ്ഞല്ലോ, ഈ അച്ഛൻ അങ്ങനെ പറഞ്ഞല്ലോ, എൻ്റെ വിശ്വാസം ഇത് തന്നെയാണ്, എല്ലാവരും സ്നേഹത്തിലേക്കാണ് വരേണ്ടത്, ക്രിസ്തുവിലേക്കല്ല എന്നൊക്കെ പറയുന്ന ചില വീഡിയോസൊക്കെ കാണുവാനായിട്ടിടയായി. അതേക്കുറിച്ച് എന്താ അഭിപ്രായം? അച്ഛൻ പറഞ്ഞ ഈ വീഡിയോസേ എന്തായാലും നമ്മൾ കണ്ടിതു കേട്ടോ. ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പറയുന്നതല്ല കേട്ടോ. ഇത് ഒന്നാമത്തെ കാര്യം നിങ്ങളൊന്ന് പറയുകയാണത്, ഞങ്ങളൊരു വിഷയം ഇങ്ങനെ നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നതല്ലാതെ അതേക്കുറിച്ച് നേരിട്ട് ചർച്ചയും ചെയ്തിട്ടല്ല വരുന്നത്. ഈ പറഞ്ഞ അച്ഛൻ പറഞ്ഞ വീഡിയോസും ഞാനും കണ്ടിട്ടുണ്ട്. ഈ അച്ഛനുള്ളതുപോലെ തന്നെ ഹൃദയവേദന എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ. അപ്പോൾ അച്ഛൻ എനിക്ക് തോന്നുന്നത്, നമ്മൾ ആദ്യം അച്ഛൻ പറഞ്ഞു തുടങ്ങിയെടുത്ത് തന്നെ ഈശോ ദൈവമാണെന്നുള്ള വിശ്വാസം ചിലപ്പോൾ ഇവർക്ക് കാണും. പക്ഷേ ചിലപ്പോൾ അവർ പറയുന്നത് ഈശോ ഒരു ദൈവം, ബുദ്ധൻ വേറെ ദൈവം, അല്ല കൃഷ്ണൻ വേറൊരു ദൈവം, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ തന്നെ പല അവതാരങ്ങൾ, ഈശോ ഒരു അവതാരമായിരുന്നു, കൃഷ്ണൻ വേറെ അവതാരമായിരുന്നു, അങ്ങനെയൊക്കെ. പിന്നെ ഒരു പ്രാപഞ്ചിക ക്രിസ്തു എന്ന് അങ്ങനെ രീതിയിൽ ഒരു ഹൈന്ദവ ഫിലോസഫിയുള്ള ഒരു കാഴ്ചപ്പാട്, ഈശോ എല്ലായിടത്തും ഇങ്ങനെ എല്ലായിടത്തും പരന്നു കിടക്കുന്നു, മറ്റ് മതങ്ങളിലും എല്ലായിടത്തുമായിട്ട് ഈശോ പരന്നു കിടക്കുന്നു, ആ കൂടുതൽ കത്തോലിക്ക സഭയിലും പരന്നു കിടക്കുന്നു എന്ന രീതിയിൽ. അപ്പം അങ്ങനെ അത് പിന്നെ കാത്തലിക് തിയോളജിയൻസിൻ്റെ ഇടയിലൊക്കെ ഒത്തിരിയേറെ വ്യാപകമായിട്ടുള്ള ഒരു അബദ്ധപ്രബോധനമായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല വേർഷനായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഏറ്റവും വലിയ അപകടം അത് തന്നെയാണ്. കാരണം
നമ്മളെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ അസ്തിത്വ ദാഹവും ലക്ഷ്യവുമാണല്ലോ സ്നേഹം എന്നുള്ളത്. അതുകൊണ്ട് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു മാത്രമല്ല വിശുദ്ധ ബൈബിൾ പറയും ദൈവം സ്നേഹമാണെന്ന് പറയുന്നു. പിന്നെ ഏതൊരു മതത്തിനും ദൈവം സ്നേഹമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റിനിർത്താൻ വേണ്ടി പറ്റുകയില്ല. അതുകൊണ്ട് മതങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് സ്നേഹത്തെക്കുറിച്ച് തോന്നാൻ സാധ്യതയുണ്ട്. കത്തോലിക്കാ സഭയ്ക്ക് വെളിയിൽ നിന്ന് പെന്തക്കോസ്ത് സഭയിൽ നിന്ന് കത്തോലിക്കാ സഭയിലേക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു ശുശ്രൂഷകൻ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആപ്തവാക്യം ഇതായിരുന്നു: വിശ്വാസം ഭിന്നിപ്പിക്കുന്നു, സ്നേഹം ഒന്നിപ്പിക്കുന്നു. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നമ്മൾ IHS മിനിസ്ട്രി പതിവ് വളരെ ശക്തമായിട്ട് അതിനെതിരെ നിലകൊണ്ടു. കേൾക്കുമ്പോൾ ഭയങ്കര ഇത്ര നാൾ നമ്മൾ കത്തോലിക്ക അറിയത്തില്ലാത്ത കാര്യം തോന്നുന്നു. കേട്ട് കഴിയുമ്പോൾ തന്നെ വിശ്വാസം ഇങ്ങനെ പല വിശ്വാസങ്ങളുകൊണ്ട് തന്നെ ആളുകൾ നമ്മൾ അടിവെച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസം എല്ലാം മാറ്റി നിർത്തിയിട്ട് സ്നേഹത്തിന് പിന്നെ കഴിഞ്ഞാൽ എല്ലാം തമ്മിലൊരു സമത്വസുന്ദരമായ ലോകം എന്നൊക്കെ, അതൊക്കെ ഉട്ടോപ്യ ചിന്താഗതിയാണ്. വാസ്തവത്തിൽ ഏക വിശ്വാസത്തിൽ നിന്നാണ് യഥാർത്ഥ സ്നേഹം ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, പറഞ്ഞപ്പോൾ ഒരു സംഭവം ഓർത്താണ്. എൻ്റെ ഒരു സഹോദരിക്ക് 2 കുട്ടികൾ. അവർ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ പരിശുദ്ധ കുർബാനയ്ക്ക് പോയ സമയത്ത് സഹോദരനോട് പറഞ്ഞു, പോയിട്ട് വരുമ്പം ഒരു മിഠായി മേടിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ ഒരു മിഠായി, 2 പിള്ളേരല്ലേ ഒരു മിഠായി? അല്ല, ഒരു മിഠായി മേടിച്ചു വന്നു കഴിഞ്ഞാൽ ഇവർ പൊട്ടിച്ചെടുത്ത് ആ മിഠായിയുടെ പേര് ഇവർ തമ്മിൽ സ്നേഹമായിക്കോളും എന്ന് പറഞ്ഞു. അതെന്നെ ഭയങ്കര സ്വാധീനിച്ചു, മനസ്സിലായില്ലേ? അപ്പം പെട്ടെന്ന് എൻ്റെ ആ ചിന്ത ഈശോ ഏകരക്ഷ എന്ന വിശ്വാസത്തിലേക്ക് പോയി. കണ്ടോ? ഇപ്പോൾ ഏകരക്ഷകനായ ഈശോയിൽ വിശ്വസിക്കുന്നത് തമ്മിൽ ഭയങ്കര സ്നേഹം ഉണ്ടാവുകയാണ്. അതാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള പിന്നെ വിശുദ്ധ ബൈബിൾ പറയുന്നതും സഭ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതുമായ സ്നേഹം അതാണ്. ഈശോ എന്ന ഒറ്റ വ്യക്തിയേക്ക് ചുറ്റും ഇരുന്നുകൊണ്ട് ആദിമസഭയിലൊക്കെ നോക്കൂ, ആദിമസഭയിലെ സ്നേഹം അല്ലേ, അവർക്ക് ഏക മനസ്സും ഏക ഹൃദയമായിരുന്നു. അവരുടെ ഇടയിൽ ദരിദ്രരായ ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റ വ്യക്തിയെ അല്ലേ, ഈശോ എന്ന ഒറ്റ വ്യക്തിയെ സ്നേഹിക്കാൻ വേണ്ടി ഒന്നിച്ചു കൂടിയതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പം സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെ ഇങ്ങനെ തള്ളിക്കളയാൻ ശ്രമിക്കുമ്പോൾ വാസ്തവത്തിൽ സ്നേഹത്തെ തന്നെ ഇല്ലായ്മയാൻ ശ്രമിക്കുന്നത്. കാരണം വിശ്വാസമില്ലാത്തത് സ്നേഹത്തിന് അസ്തിത്വമില്ല. കാരണം വിശ്വാസം ഒരു വിത്താണെങ്കിൽ അത് വളർന്ന് വിഷമായി തീരുന്നതാണ് സ്നേഹം എന്നുള്ളത്. അതുകൊണ്ട് എവിടെ വിശ്വാസം നിഷേധിക്കുന്നുണ്ടോ അവിടെ യഥാർത്ഥ സ്നേഹമില്ല. അപ്പം നമ്മൾ നോക്കി ഇപ്പോൾ ഈ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എത്ര പേരെ സ്നേഹിപ്പിക്കാൻ പറ്റി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും? വിശ്വാസത്തെ നിഷേധിക്കാൻ ഞാൻ യേശു ഏകരക്ഷകനാണെന്നും യേശു ലോകരക്ഷകനാണെന്നും യേശു ദൈവപുത്രനാണെന്നും യേശുവിലൂടെ മാത്രമാണ് രക്ഷ എന്നുള്ളതാണ് അത് ഉറപ്പിച്ച് പറയുന്നതാണ് വിശ്വാസം. കേരളത്തിലൊരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആശ്രമം രൂപപ്പെട്ടു. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ പറഞ്ഞതാണ്, എല്ലാവരെയും ഒരു ഒറ്റച്ചരലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ ഞാനിങ്ങനെ അന്വേഷിച്ച് മനസ്സിലായ കാര്യം 10, 30, 40 വർഷമായിട്ടും അവരുദ്ദേശിച്ചത് ഇങ്ങനെ ഈ ഒരു കാഴ്ചപ്പാട് കൊടുത്ത് മറ്റ് മതസ്ഥരെല്ലാം ഇങ്ങനെ ആകർഷിക്കപ്പെട്ട് ഇങ്ങനെ ഈശോയിലേക്ക് വരും, സഭയിലേക്ക് വരും, ഈ ഒരു വിശാലമായ കാഴ്ചപ്പാട് കൊണ്ട്. ഇതുവരെയും ഒരു അന്യമതസ്ഥൻ അവിടെ വന്ന് ഈശോയെ അറിഞ്ഞതായിട്ട് അല്ല ഈശോയെ വിശ്വസിച്ച് ക്രിസ്ത്യാനായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതേസമയം ഈശോയാണ് ഏകരക്ഷകനെന്ന ശക്തിയുക്തം പ്രഘോഷിച്ച ഡിവൈൻ പോലുള്ള ധ്യാന സെൻ്ററുകളിലൂടെ 10,000-കണക്കിന് പേര് അന്യമത വിശ്വാസികൾക്ക് ഈശോയെ മതപരിവർത്തനമല്ല ഉദ്ദേശിച്ചത്, ഈശോ എന്ന വ്യക്തിയെ അറിയാനായിട്ട് ഈശോ എന്ന ഏകരക്ഷകൻ തിരിച്ചറിയാൻ വേണ്ടി ഇടയായിട്ടുണ്ട്. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ പേരിലുള്ള ഇപ്പോൾ അച്ഛൻ മുമ്പ് പറഞ്ഞ പ്രധാനപ്പെട്ട ധ്യാനഗുരു അദ്ദേഹം കുംഭമേള എന്ന് പറഞ്ഞൊരു സംഭവത്തിനോട് പോയിട്ട് അതിൻ്റെ അടുത്ത് പോയിരുന്നുകൊണ്ടൊരു വീഡിയോ ഒക്കെ ചെയ്ത് 10,000-കണക്കിന് പേരാണ് കണ്ടേക്കുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ ഇത് കണ്ടിട്ടേ തങ്ങൾക്ക് പോകാൻ പറ്റാത്തതിൻ്റെ അച്ഛന് പോകാൻ പറ്റിയില്ലോ, ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, അച്ഛനിങ്ങനെ വർണ്ണിച്ച് കഴിയുമ്പോഴേ അച്ഛൻ്റെ ഭാഗ്യം. അപ്പോൾ അച്ഛനും പറയുന്നുണ്ട് എന്തൊരു സമാധാനം, ഈ നദി കത്തിരിക്കുമ്പോൾ സമാധാനം. അപ്പോൾ എനിക്ക് ശരിക്കും വേദന വന്നു. വചനം പറയുന്നു അവനാണ് നമ്മുടെ സമാധാനം. ക്രിസ്തുവെന്ന യഥാർത്ഥ സമാധാനത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കേണ്ട, ആ സമാധാനത്തെ വസിക്കേണ്ടവർ പോയി ഇങ്ങനെ പോകുമ്പോൾ ആ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇതുവരെ അവർ ഈശോയെ വ്യക്തിപരമായിട്ട് ഓക്കെ ഇൻ്റലക്ച്വൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഇൻ്റലക്ച്വൽ അറിവല്ലല്ലോ ഈശോയെക്കുറിച്ചുള്ള അറിവ്, അത് വ്യക്തിപരമായ അനുഭവമാണ്. ഈശോയെ ഏകരക്ഷകനും ഏകകർത്താവുമായി സ്വീകരിച്ച വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പം മറ്റൊന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ വിവാഹം കഴിച്ച വ്യക്തിയാണ്, ഞാൻ വിവാഹം കഴിച്ച് വിവാഹം എന്ന കൂദാശയ്ക്ക് അനുസൃതമായി ജീവിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ത്രീ വന്ന് വിവാഹം കഴിക്കാൻ ചോദിക്കുമ്പോൾ എനിക്ക് ചിന്തിക്കുന്ന ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോഴത്തെ നമ്മൾ മനസ്സുകൊണ്ടും പുറത്താക്കുകയാണല്ലോ എന്ന് പറഞ്ഞത് തന്നെ ഈശോ എന്ന ഏകരക്ഷകനെ ഹൃദയത്തിൽ സ്വീകരിച്ച വ്യക്തിയെ സംബന്ധിച്ച് മറ്റ് മതങ്ങളിലെ അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ വരുമ്പോൾ തന്നെ അന്നേരം റിജക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ ഇതിലേക്ക് അങ്ങനെ മറ്റ് മതങ്ങളിലേക്കും ചിന്തകളിലേക്ക് പോകുന്നതിന് കാരണം തന്നെ ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയെ ഏകരക്ഷകനും ഏകകർത്താവുമായി സ്വീകരിച്ചിട്ടില്ല. വിശുദ്ധ ബൈബിളിൻ്റെയും സഭയുടെ ആ ഒരു പ്രബോധനമേ അവർ ഉൾക്കൊണ്ടിട്ടില്ല. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞതല്ല, ഇവർക്കൊക്കെ 10,000-കണക്കിന് ഫോളോവേഴ്സാണ്.
ഇവർക്ക്. അതുകൊണ്ട് ഇവരുടെ പ്രത്യേകിച്ച് ആ ഭാഷാ ശൈലിയും അവരുടെ ആ ഒരു പ്രസൻറ്റേഷനൊക്കെ കൊണ്ട് ആളുകൾ ഇത് പറയുന്നതല്ലാവേ. കാരണം മറ്റുള്ളവർ പറയുന്ന സത്യവിശ്വാസം പറയുന്നവർ പറയുന്നത് തെറ്റാന്നുള്ളതും ഇവർ പറയുന്നതാണ് ശരിയെന്നുള്ളതിലേക്ക് പോയി. കാരണം പുതിയ ആശയങ്ങൾ പോലെയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് മാത്രമല്ല മറ്റു ചില അച്ഛന്മാർ കൂടി ഇവരുടെ ആശയങ്ങൾ ഈ പറഞ്ഞ ധ്യാനഗുരുവിൻ്റെ ആശയം എടുത്താണ് പ്രസംഗിക്കുന്നത്. ഒരിക്കലൊരു വലിയച്ഛൻ കേട്ടോ തമാശ അറിഞ്ഞുകൂടാ, ഒരു വലിയച്ഛൻ ഇദ്ദേഹത്തിന് ധ്യാനം കൂടാൻ വേണ്ടി പോയി. ഒന്നാമത്തെ ടോക്ക് കഴിഞ്ഞ് ഈ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയുകയാണ്, ഈ പുള്ളി തന്നെ പ്രസംഗിക്കുന്നത് ഇതെൻ്റെ കൊച്ചച്ഛൻ പ്രസംഗിക്കുന്നത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ധ്യാനഗുരുവിൻ്റെ ക്ലാസ് കേട്ടിട്ട് നമ്മുടെ കൊച്ചച്ഛൻ എല്ലാ ആഴ്ചയും പള്ളി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനേകം പേര് ഇദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചും പ്രസംഗം കേട്ടും എല്ലാം ഇങ്ങനെ അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പതിനായിരക്കണക്കിന് പേരെയാണ് സത്യവിശ്വാസം ആറ്റിക്കൊണ്ടിരിക്കുക. ഖലീൽ ജിബ്രാൻ്റെ കാര്യം പറഞ്ഞ്, ബുദ്ധൻ്റെ കാര്യം പറഞ്ഞ്, ക്രിസ്തു എന്ന വാക്ക് പറഞ്ഞു പോകും. പക്ഷേ സഭയുടെ പ്രബോധനം പറയാൻ വേണ്ടിയോ സഭയിലെ വിശുദ്ധരുടെ കൊട്ടേഷൻസ് പറയാൻ വേണ്ടിയോ നിത്യജീവിതത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയോ ഒന്നും പലപ്പോഴും തയ്യാറല്ല. അങ്ങനെ അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ഇതേ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നൊരു മാധ്യമപ്രവർത്തകൻ. അദ്ദേഹം ഇങ്ങനെ കേരളത്തിൽ ഒത്തിരി ഓളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു മാധ്യമപ്രവർത്തകനാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ആത്മാർത്ഥത ഫീൽ ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞ പോലെ അവരെയൊക്കെ നമ്മൾ വിധിക്കുന്നില്ല. കാരണം ഒന്നെങ്കിൽ ചെറുപ്പം തൊട്ട് തന്നെ ആ ശരിയായ കാത്തിൽ ഫെയ്ത്ത് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായ എന്തെങ്കിലും ദുരനുഭവങ്ങൾ വഴി ഇവർക്ക് ഒന്നെങ്കിൽ അച്ഛന്മാരിൽ നിന്നോ അങ്ങനെ പല അനുഭവങ്ങളാകാം. അവർക്ക് അനുഭവങ്ങൾ കൊണ്ട് അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹവും ഇതുപോലെ എല്ലാ മതങ്ങളും ഒന്നാമത്തെ കാഴ്ചപ്പാടിലേക്കായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അങ്ങനെയൊക്കെ സമയത്താണ് ഈ പറഞ്ഞ അച്ഛൻ്റെ ധ്യാനവരത്യം വെച്ച് കൂടി എനിക്ക് ഉറപ്പായി, ഞാൻ വിശ്വസിച്ചിരുന്നത് പോലെ എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള ആ ഒരു വിശ്വാസം എനിക്ക് ഉറപ്പായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് അതേക്കുറിച്ച് അദ്ദേഹം വീഡിയോ ചെയ്യുന്നു. അത് ലക്ഷക്കണക്കിന് പേര് കാണുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് നോക്കി, എത്രയോ ലക്ഷങ്ങൾ, പതിനായിരങ്ങളാണ് ഈ തെറ്റായ ഈ സെലിബ്രിറ്റികൾ മുഖേന ഈ തെറ്റായ വിശ്വാസങ്ങളിലേക്ക് പോകുന്നത്. നേരെ മറിച്ച് ഇവർക്ക് ദൈവം കൊടുത്ത ആ ദാനങ്ങളിലൂടെ പതിനായിരക്കണക്കിന് പേരെ ഇവർ ഈശോയിലേക്ക് സഭയിലേക്കും കൊണ്ടുവരാൻ വേണ്ടി ദൈവം കൊടുത്തത് അല്ലേ? ദൈവദാനം അവർക്ക് കൊടുത്തത് അവരുടെ ഈ ദാനത്തിൽ ആകർഷിക്കപ്പെട്ട് വരുന്നവരെ ഈശോയിലേക്കും സഭയിലേക്കും നയിക്കാൻ വേണ്ടിയാണ്. പക്ഷേ നേരെ മറിച്ച് അവരുടെ ആ ഒരു ജാഗ്രത കുറവ് കൊണ്ട് മറിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തികച്ചും ഒരു വേദനാജനകമായ ഒരു യാഥാർത്ഥ്യമാണ് ഇത് പറയുമ്പം. വേറൊരു ചിന്ത വരുന്നതേ, ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചൊരു വലിയൊരു വേദനയാണ്. ഞാനൊരു ഇടവകയിൽ പോയി. ആ ഇടവകയിൽ നിന്നും സമൂഹത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള, കലാപരമായിട്ടോ കാർഷിക മേഖലയിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലോ ഒക്കെ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള ഇത്തിരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് വന്നു. ഇടവകയുടെ ഒരു സിൽവർ ജൂബിലി എന്തോ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഒരു സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സിനിമാ നടിയെയും ആ ഇടവകയിലെ അംഗമാണ് ആ വ്യക്തിയെയും ആദരിക്കുന്നു. അപ്പോൾ ഈ ആദരിക്കപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച് വികാരിയച്ഛൻ വന്ന് കുറേ നല്ല കാര്യങ്ങൾ പറയും. അതെല്ലാം ആൾക്കാർ കേൾക്കും. ഇടവചനം മൊത്തം ഉണ്ട്, പിന്നെ കുറേ പുറത്തുനിന്നുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ നടിയെക്കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ വേണം നമ്മൾ കലാരംഗത്ത് ഉയരണം, നമ്മൾ സഭയ്ക്കിനി വളർച്ച വേണമെങ്കിൽ സഭയിലുള്ളവർ ഉയരണം, ഇത് ഒരു മാർഗനിർദ്ദേശം ആണ്, ഇവരൊക്കെയാണ് വഴികാട്ടികൾ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഞാനൊരിക്കൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു പോയപ്പോൾ ഇതേ വ്യക്തി, അതായത് ഈ പർട്ടിക്കുലർ സിനിമാ നടി വേറൊരു ചാനലിന് കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ അവരോട് വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞാനങ്ങനെ പള്ളിയിലൊന്നും പോകാറില്ല, പള്ളിയിൽ പോകും വല്ലപ്പോഴും, അതായത് ഒരു മനസ്സിന് സ്വസ്ഥത കിട്ടുന്ന ഒരിടം. അതായത് ദൈവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം ഒരു പവറുണ്ട്, ആ ഒരു പവറുണ്ട്, അത് നിഷേധിക്കുന്നില്ല, അല്ലാതെ അതിനപ്പുറത്തേക്കൊരു സഭാവിശ്വാസമോ ഒന്നും എനിക്ക് ഇല്ല എന്ന് ഇതേ വ്യക്തി തന്നെ പറയുന്ന മറ്റൊരു വീഡിയോ കാണാനിടയായി. അപ്പോൾ ഇങ്ങനെ വിശ്വാസ മേഖലയിൽ വേണ്ടത്ര ആത്മീയത ഇല്ലാത്ത, അല്ലെങ്കിൽ വിശ്വാസം ശരിക്കും ജീവിക്കാത്ത വ്യക്തികൾ അവർ ഭൗതിക മേഖലയിൽ നേടിയ നേട്ടത്തിൻ്റെ പേരിൽ അവരെയൊക്കെ ഇങ്ങനെ ആദരിച്ചു കഴിയുമ്പോൾ അത് സഭയിലെ വിശ്വാസത്തിനൊരു ഉതപ്പാവില്ലേ? അപ്പം ഇക്കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കേണ്ടതല്ലേ ബന്ധപ്പെട്ട അധികാരികൾ? ഏതോ നിങ്ങൾ അച്ഛന്മാരെക്കുറിച്ച് ചിലപ്പോഴൊക്കെ ആൾക്കാർ തമാശ രീതി പറയുന്നത് 10 പ്രമാണം ലംഘിച്ച് മരിച്ച് ഉറപ്പാണ്, അങ്ങനെ ലംഘിച്ച് ജീവിച്ചതെന്ന് പരസ്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തി തന്നെ മരിച്ചു കഴിയുമ്പോഴും പിന്നെ അടക്കം ഇരുന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ ദേഹം സ്വർഗത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ അത് അതിനകത്തൊരു നല്ല വശം പറയുന്നത് അവരുടെ ഫാമിലിയൊക്കെ ഉദ്ദേശിച്ച് മുറിപ്പോഴായിരിക്കാൻ വേണ്ടിയാണ് പറയുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ സഭയിൽ പലപ്പോഴും അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഉള്ള കാര്യം പലപ്പോഴും ആ വിശ്വാസ അടിസ്ഥാനത്തിൽ തുറന്നു പറയാതെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഒരു സ്നേഹത്തിൻ്റെ പേരിൽ
പിന്നെ എന്തായാലും പറയുന്നതിന് ഒരു ഡിപ്ലോമാറ്റിക് രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ശൈലിയുണ്ട്. അത് സഭയ്ക്ക് വലിയൊരു അപകടമാണ് താൻ. സഭയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല അപകടങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഡിപ്ലോമസിയാണെന്നൊക്കെ പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇതിപ്പോൾ അച്ഛൻ പറഞ്ഞ ഈ സംഭവം തന്നെ ഇതിനേക്കാൾ കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ രീതിയിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അബോർഷൻ പിന്നെ നല്ല കാര്യമാണ് എന്ന രീതിയിൽ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമയിൽ നമ്മുടെ കത്തോലിക്ക വിശ്വാസമുള്ള കത്തോലിക്ക സഭയിൽ മാമോദീസ സ്വീകരിച്ചൊരു പെൺകുട്ടി അഭിനയിച്ചു. എനിക്കൊന്ന് ആ വർഷത്തെ എന്തോ സഭയുടെ ഒരു പ്രധാനപ്പെട്ട അവാർഡ് ലഭിച്ചത് ആ കുട്ടിക്കായിരുന്നു. അപ്പോൾ ഈ ഭയങ്കര ആ കുട്ടിക്ക് അത് അവളോടുള്ള ആ കുട്ടിയോടുള്ള നമുക്ക് വിഷമമൊന്നും അല്ലത്. നമ്മുടെ ഒരു സത്യവിശ്വാസം ഇങ്ങനെ ഹനിക്കപ്പെടുന്നല്ലോ, അത് വേണ്ട രീതിയിൽ മൈൻഡ് എവിടെ പോകുന്നുണ്ടെന്നുള്ളതേ അല്പം കൂടിയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇടവകകളിലൊക്കെ അല്ലെങ്കിൽ എത്രയോ സത്യവിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത് എത്രയോ പേരുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലെ. അപ്പോൾ ഇങ്ങനെയുള്ള സെക്കുലറായിട്ടുള്ള ചില കഴിവുകളുടെ പേരിൽ ഇങ്ങനെ നമ്മൾ ആദരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സത്യവിശ്വാസത്തെക്കുറിച്ചുള്ള അവരുടെ പ്രാക്ടീസിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ എതിർഫലമാണ്. കാരണം ഈ സമ്മാനം കൊടുത്തത് കൊണ്ട് കുറച്ചുകൂടി കാരണം സഭയുടെ സപ്പോർട്ട് ഉണ്ടല്ലോ കാരണം എന്തൊക്കെയാണെങ്കിൽ തന്നെയും നമ്മുടെ സഭയുടെ സിസ്റ്റം അനുസരിച്ച് അച്ഛന്മാരെ മെത്രാന്മാരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന സമൂഹം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്ത് കഴിയുമ്പോഴേ എന്നാൽ കുഴപ്പമില്ല എന്ന രീതിയിൽ. പിന്നെ ഇവർ ഇങ്ങനെയുള്ള വ്യക്തികളെ ചില പ്രത്യേക കാര്യങ്ങളിൽ നമ്മൾ മാറ്റി നിർത്തുമ്പോഴാണ് അവരും അവർ വിശ്വാസത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനിടയായിത്തീരുന്നത്. ഞാൻ പെട്ടെന്ന് ഈ സംഭവം പറഞ്ഞപ്പോഴേ നമ്മുടെ സഭാ ചരിത്രത്തിലൊരു സംഭവം ഓർമ്മ വന്നു. നമ്മുടെ വിശുദ്ധ അംബ്രോസ് അറിയാൻ സംഭവമാണ്. അംബ്രോസ് മെത്രാനിക സമയത്ത് അന്നത്തെ ചക്രവർത്തി എന്തൊരു ഗൗരവമേറി തെറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം വന്നിട്ട് കത്തീഡ്രലിലേക്ക് വരികയാണ്. സംഭവം കഴിഞ്ഞ് കത്തീഡ്രലിലേക്ക് വരികയാണ്. വരുമ്പോൾ കത്തീഡ്രലിൻ്റെ വാതിൽക്കൽ നമ്മൾ അംബ്രോസ് മെത്രാൻ നിൽക്കുകയാണ്. എന്നും പറഞ്ഞു അകത്ത് കയറാൻ പറ്റുകയെന്ന് പറഞ്ഞു. അന്നേരം ചക്രവർത്തി ചോദിച്ചു ആരോടാ സംസാരിക്കുന്ന അറിയാവുന്ന ചോദിച്ചു. അപ്പം ചക്രവർത്തിയാണെന്നുള്ളത് സ്തുതകരമായിട്ട് പോലും നമ്മളെ അംബ്രോസ് മെത്രാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞു ഇതിനു മുമ്പുള്ളൊരു മെത്രാനും അല്ല എന്നോട് ഇങ്ങനെ ഇതിനു മുമ്പ് ആരും സംസാരിച്ചിട്ടില്ല എന്ന് ചക്രവർത്തി പറഞ്ഞു. അന്നേരം ഉടനെ അംബ്രോസ് മെത്രാൻ പറഞ്ഞു ഒരു കത്തോലിക്ക മെത്രാനോട് ഇതിനു മുമ്പ് നിങ്ങൾ സംസാരിച്ചിട്ട് കാണുകയല്ല, അതുകൊണ്ടാണ് നിങ്ങൾങ്ങനെ തോന്നിയെന്ന് പറഞ്ഞു. പോകാൻ പറഞ്ഞിറങ്ങി. ഓർക്കും അതൊക്കെ എന്തോ ഒരു വിശ്വാസത്തിൻ്റെ ഒരു തലപോകുന്നാണ് ഉറപ്പാണ്. അല്ലെങ്കിൽ അനേകം പേര് ഇപ്പോൾ ഉണ്ട് ഇതേ ഷെയിമാകുമല്ലേ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ആ കാരണം കൊണ്ട് അദ്ദേഹം വീണ്ടും വിശ്വാസത്തിലേക്ക് വരും. നമ്മളിങ്ങനെ സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അവരെ നശിപ്പിക്കല്ലേ ഉള്ളൂ. ഇതൊരു പക്ഷേ എന്തുകൊണ്ട് സ്വന്തം ജീവൻ പണയം വെച്ച് പോലും ഒരാൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു എന്നുള്ള ചിന്ത ആ വ്യക്തിക്ക് ഒരു പക്ഷേ ഈ വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി കാരണമായി തീരുവേ. അതുകൊണ്ട് സത്യവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും അത് സ്നേഹക്കുറവുകൊണ്ടല്ല. പറഞ്ഞോട്ടെ സ്നേഹത്തോടെ സത്യം പറഞ്ഞോട്ടെ, പക്ഷേ സ്നേഹത്തോടെ സത്യം പറയണം. ഇപ്പം എല്ലാവർക്കും അതാണ്, സത്യം പറയാൻ പോയി കഴിഞ്ഞാൽ പല സ്നേഹങ്ങൾ നഷ്ടപ്പെടും. അങ്ങനെയൊക്കെയുള്ള സ്വാഭാവികമായ രീതിയിൽ എതിർപ്പുണ്ടാകും, സഹനങ്ങൾ സഹിക്കേണ്ടി വരും. പിന്നെ നമ്മൾ വെറുതെ വിചാരിക്കുവാണ് സത്യത്തെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് കൂട്ടായ്മ ഉണ്ടാക്കാമെന്നുള്ളത്. നിഷ്ഫലമാണത്. സത്യത്തെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ളൊരു ഒരു കൂട്ടായ്മയും അധികം മുന്നോട്ട് പോവുകയില്ല. അത് ഒരു കുമ്പള പോലെ പൊട്ടിപ്പോവുകയുള്ളൂ. സഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തകർന്നു പോവുള്ളൂ. ചേട്ടാ, ഞാൻ വേറൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നേ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുക എന്നൊരു ടൈം തന്നെ ഉണ്ടല്ലോ. അതായത് ചില വിവാദപരമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അവതരിപ്പിച്ച് ജനങ്ങളുടെ ശ്രദ്ധ നേടി വിവാദത്തിലായിട്ടുള്ള കാര്യങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ അവതരിപ്പിച്ച്, പക്ഷെ പലതും സഭാപ്രബോധനത്തിന് ചേരാത്തതായിരിക്കും. അങ്ങനെയുള്ള വീഡിയോസ് ഇടുന്ന കത്തോലിക്ക വിശ്വാസികളും ചിലപ്പോൾ വൈദികരും ഒക്കെ ഉണ്ടെങ്കിൽ ശരിക്കും മീഡിയ കത്തോലിക്ക വിശ്വാസികൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എന്താണ് IHS മിനിസ്ട്രിയുടെ ഒക്കെ ഒരു കാഴ്ചപ്പാട്? അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇതെല്ലാം സഭയുടെ അധികാരികളെ ശ്രദ്ധയപ്പെടേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പം അഭിമന്യ പിതാക്കന്മാർ തുടങ്ങി പിന്നെ സഭയ്ക്കൊരു തിയോളജി കമ്മീഷൻ ഉണ്ടല്ലോ. അങ്ങനെ ആ കമ്മീഷന് പിന്നെ വന്നു കഴിയുമ്പോൾ ഇടവക വികാരികൾ, പിന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ രൂപതയിലൊക്കെ തന്നെ അങ്ങനെ. കാരണം സഭ നിലകൊള്ളുന്നത് തന്നെ ഏറ്റവും കുറഞ്ഞത് പറയാനുള്ള കാരണം സഭയിലുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പുറത്തുള്ളവരിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് സഭയുടെ സർവ്വശ്രദ്ധയും സഭയിൽ എന്തെല്ലാം കമ്മീഷനുകളും എന്തെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടോ അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന തിയോളജി കമ്മീഷനും അല്ലെങ്കിൽ കാറ്റഗിക്സ് ഡിപ്പാർട്ട്മെൻറ്റും ആണെന്ന് ഞാൻ പറയും. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ
ഇടവകളിൽ അല്ലെങ്കിൽ ഒന്നുകിൽ വൈദികരോ അല്ലെങ്കിൽ വിശ്വാസികളോ ധ്യാനഗുരുക്കന്മാരോ ഒക്കെ സത്യവിശ്വാസത്തിന് വിരുദ്ധമായ രീതിയിൽ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ എന്നൊരു ശ്രദ്ധ, അതിനുവേണ്ടി അതിനുവേണ്ടി തന്നെ ഒരു പ്രത്യേക ഒരു എന്തൊരു സിസ്റ്റം സഭയിലെ ഒരു ഡെസ്ക് രൂപവൽക്കരിക്കാൻ നല്ലതാണെന്ന് എൻ്റെ ചിന്തയിരിക്കുന്നത്. അത് ആ ഒരു തലത്തിൽ നിന്ന്. കാരണം സഭയിലെ ക്രമം എപ്പോഴും ഹൈറാർക്കിക്കലായിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് സഭയിൽ ഗുണം ചെയ്യുന്നത് അധികാര സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം വരുമ്പോഴാണ്. അത് അങ്ങനെ ഒരു സിസ്റ്റം സഭ നല്ലൊരു ഗുണകരമായ സിസ്റ്റമാണല്ലോ അത് ആ രീതിയിൽ. രണ്ടാമത്തെ കാര്യം, ഓരോ ഇപ്പം ഒരു വൈദികനോ അല്ലെങ്കിൽ ധ്യാനഗുരു കാണത്തുണ്ടെങ്കിൽ സ്വന്തം ആ സ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു അവബോധം അവർക്ക് വേണം. ഞാനൊരു കാര്യം പറയുമ്പോൾ അത് എത്ര പേരെ അത് ദോഷകരമായിട്ട് ബാധിക്കാം എന്നുള്ളത് കൊണ്ട് അത്രമാത്രം പ്രബോധനം കൊടുക്കുന്നവർ അത്രമാത്രം ശ്രദ്ധിച്ച് അത് ചെയ്യാവുള്ളൂ. അന്നാണ് യാക്കോബ് ശ്ലീഹ പറയും, നിങ്ങൾ അധികം പേരെ പ്രബോധകരാൻ തുനിയരുത് എന്ന് പറയുന്നുണ്ടല്ലോ തന്നെ. അപ്പോൾ അത് അങ്ങനെ ഒരു ശ്രദ്ധ. മൂന്നാമത്തെ കാര്യം, ഈ വിശ്വാസികൾ കാണിക്കേണ്ട ജാഗ്രതയാണ്. കാരണം സോഷ്യൽ മീഡിയ ഇന്ന് വളരെ ആക്റ്റീവായിരിക്കുന്നത് കൊണ്ടും ഇന്ന് ആളുകൾ എല്ലാത്തിനും ഉത്തരം തേടുന്നത്. ഇപ്പോൾ സഭാപരമായ കാര്യം എന്തിനും ആൾക്കാർ ഉത്തരം തേടുന്നത് ഏതാണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. അപ്പോൾ സ്വാച്ഛൻ പറഞ്ഞ പോലെ, പക്ഷേ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചുള്ള പ്രശ്നം അതൊരു അവിയൽ ഒരു പരുവത്തെ കിടക്കുന്നത് ഒരു വളരെ ആത്മാർത്ഥതയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആരും തന്നെ അല്ല, ചുരുക്കം പേര് സോഷ്യൽ മീഡിയയിൽ വരത്തുള്ളൂ. കാരണം അവർക്ക് പേരെടുക്കാൻ അവർക്ക് ആഗ്രഹമില്ല. അങ്ങനെ അവർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പണം ഉണ്ടാക്കാൻ വേണ്ട ആഗ്രഹമില്ല. അങ്ങനെയുള്ളവരെ ചുരുക്കം പേരെ വരത്തുള്ളൂ. ഇത് വന്നവരെ കുറ്റം ഞാൻ പറയല്ലേ, ഉള്ളവരെ കുറ്റം പറയാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ വളരെ ആത്മാർത്ഥമായി ഡീപ്പായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് പലരും സോഷ്യൽ മീഡിയത്തിൽ ആക്റ്റീവായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആക്റ്റീവായിരിക്കുന്നവരെ നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയാനുള്ളത്. കാരണം നമ്മൾ അനേകം പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതുപോലെ സത്യവിശ്വാസം നഷ്ടപ്പെടുക എന്നാൽ നമ്മൾ ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുക എന്നർത്ഥം. അതുകൊണ്ട് ഏതൊരു പ്രബോധനവും നമ്മളെ സത്യവിശ്വാസം നമ്മളെ നിലനിർത്തുന്നതാണോ വർദ്ധിപ്പിക്കുന്നതാണോ എന്നുള്ള ഒരു ശ്രദ്ധയെ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിന് അവിടെ ഒരു പ്രശ്നമുള്ളത്, ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നത് തെറ്റെന്നുള്ളൊരു വിഷയം അവിടെ ആൾക്കാർ ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് വേറെ എന്താ വന്നത്. ഒരേ കാര്യത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായം വരുന്ന ആശയങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ യോഗയാവാം. ഒരിടത്ത് ഒരാൾ യോഗയെ പുകഴ്ത്തി പറയുമ്പോൾ വേറൊരിടത്ത് യോഗ ചെയ്യുന്ന പാപമാണെന്നുള്ള ടോക്ക് വരുന്നു. ഇനി ഒരിടത്ത് ഒരാൾ ഓണത്തെക്കുറിച്ചും ഓണാഘോഷത്തെക്കുറിച്ചും അതിനെ പുകഴ്ത്തി പറയുമ്പോൾ മറ്റൊരിടത്ത് ഓണം ആഘോഷിക്കുന്ന വിശ്വാസത്തിന് നിരക്കാത്തത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സാധാരണ വിശ്വാസികൾ കൺഫ്യൂസ്ഡ് ആവത്തില്ലേ? അപ്പോൾ ഇതിനകത്ത് സഭാ അധികാരികൾ കൃത്യമായ ഒരു നിലപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വാസികളെ സഭയുടെ വിശ്വാസം ഇതാണ് എന്ന പേരിൽ അറിയിക്കുകയാണെങ്കിൽ ഒത്തിരി കൺഫ്യൂഷൻസ് കുറയില്ലേ? ഒന്ന്, എന്തുമാത്രം ഇത് ഈ പറഞ്ഞ അധികാരികളെ ശ്രദ്ധയപ്പെടുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരൻ വിദേശത്തിരുന്നൊരു വീഡിയോ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെയൊക്കെ ഒരു വിശ്വാസപരമായ പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു മെയിൽ അയക്കുകയാണ് ബിഷപ്പിന്. ഉടൻ തന്നെ അതിൻ്റെ ബിഷപ്പിന് മറുപടി പറയുവാണ്. അപ്പോൾ അദ്ദേഹം അതുപോലുള്ള പല വിഷയങ്ങൾക്കും വേണ്ടി നമ്മൾ കേരള സഭയിലുള്ള പല മെത്രാന്മാർക്ക് മെയിൽ അയച്ചു. ആരും തന്നെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വിഷമമുണ്ട്, ജസ്റ്റ് അങ്ങനെ ഒരു കാര്യം അങ്ങനെ ഒന്നുമല്ലാതെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വേറെ എനിക്ക് തോന്നുന്നു ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങളും അങ്ങനത്തെ അങ്ങനെയൊക്കെ ഓരോ കാരണം കാണുമേ. എന്തുകൊണ്ടോ കേരള സഭയിലെ മറ്റ് പ്രശ്നങ്ങൾ ആധിക്യം കൊണ്ട് എന്തുകൊണ്ടൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ. പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ സഭാധികൾക്ക് എത്രമാത്രം ശ്രദ്ധിക്കാൻ പറ്റുന്നത്, കാരണം വിശ്വാസികളുടെ പൾസ്, അവരേതൊക്കെ രീതിയിലാണ് ഇപ്പോൾ വിശ്വാസികളെ വിഷമിക്കുന്നത്. അപ്പോൾ ഈ ഓണം എന്ന വിഷയം വിശ്വാസികൾ എന്തുമാത്രം അസ്വസ്ഥരാക്കുന്നു. പക്ഷേ നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഓണക്കാലമായി കഴിയുമ്പോൾ നോക്കിയാൽ മതി. അച്ഛൻ പറഞ്ഞു എന്തുമാത്രം വീഡിയോസ്, അതും പ്രധാനപ്പെട്ട പല ധ്യാനഗുരുക്കന്മാരുടെ മറ്റുമേ, അതെല്ലാം ലക്ഷക്കണക്കിന് പേരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസികൾ അത്രമാത്രം ഈ വിഷയത്തെക്കുറിച്ച് ഒരു അസ്വസ്ഥരാണ്, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരറിയേണ്ടത് എപ്പോഴും സഭയുടെ വായിൽ നിന്നാണ്, സഭയുടെ ഔദ്യോഗികമായ അധരങ്ങളിൽ നിന്നാണ് ഇതെല്ലാം അവർ അറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ നേരത്തെ പറഞ്ഞു എന്തൊരു ഡെസ്ക് ഇതിന് വേണ്ടിയിട്ട് ക്രമീകരിച്ച് ഓരോ ഇടവകളിലേക്ക് വിശ്വാസികളിലേക്ക് ചെല്ലത്തക്ക രീതിയിലൊരു ക്രമീകരണം ഉണ്ടാകേണ്ടതാണ്. ഇപ്പം ഒരു പ്രത്യേക മതത്തെക്കുറിച്ച് പറയുന്നത്, ആ മതത്തിൻ്റെ അവരുടെ വിശ്വാസം വളരെ ലോ ആയിട്ടുള്ള വിശ്വാസം, നമ്മുടെ കാഴ്ചപ്പാടിൽ വളരെ താഴ്ന്ന വിശ്വാസമാണ്. പക്ഷേ അവർക്ക് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ ഒരേ കാര്യം ഒരു വിഷയത്തെക്കുറിച്ചുള്ളത്. നമുക്കിവിടെ ഇടവക തോറും രൂപത തോറും വേറെ വേറെ കാര്യങ്ങളാണ്. അത് മാറിപ്പോയിട്ട്, കാരണം കത്തോലിക്കാ സഭയെ പോലെ ഇത്രമാത്രം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, ഇത്രമാത്രം സത്യം വഹിക്കുന്ന, എല്ലാത്തിനും സാധ്യമാകുന്ന ഒരു സംവിധാനം ലോകത്തില്ല. അപ്പോൾ ആ ഒരു സംവിധാനത്തിൻ്റെ ആ ഫലങ്ങളെ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സഭ അങ്ങോട്ട് ശരിക്കും പകുതിയെങ്കിലും പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ഭയങ്കര മാറ്റമായിരിക്കും സംഭവിക്കുന്നത്. യോഗ പോലെയൊക്കെയുള്ള കാര്യങ്ങളെ
യോഗ പോലെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് യുക്യാറ്റിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. യോഗ മറ്റ് മതങ്ങളിലേക്ക്, അത് യോഗ ഒരുപക്ഷെ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടായിരിക്കും ചിലർ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ അത് മറ്റ് മതങ്ങളിലേക്കൊക്കെ, മറ്റ് മതങ്ങളിലെ വിശ്വാസങ്ങളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യൻ കൾച്ചറും ഇന്ത്യയുടെ മതവും തമ്മിൽ വേർതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്രമാത്രം ഇങ്ങനെ ഇഴപിരിഞ്ഞ് കിടക്കുന്നതായിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് സ്വീകരിക്കുന്ന ആത്മീയ പ്രാക്ടീസുകളെല്ലാം, അത് യോഗ, വിപാസന, അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ അറിയാതെ തന്നെ ഇതിൻ്റെ വേരുകളിലേക്ക് നമ്മളെ കൊണ്ടുപോയി യഥാർത്ഥമായ ക്രിസ്തീയ വിശ്വാസത്തിന് നമ്മളെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ തനിമ തന്നെ സ്വന്തം ആത്മരക്ഷയുടെ അടിസ്ഥാനം സ്വന്തം പ്രവൃത്തിയല്ല, ഈശോയുടെ പ്രവൃത്തിയിലുള്ള നമ്മുടെ വിശ്വാസമാണ്. ഇത് ദൈവകൃപയാണ്. അപ്പോൾ ഇപ്രകാരമൊക്കെയുള്ള പ്രാക്ടീസുകൾ സംഭവിക്കുന്നത് നമ്മൾ വിചാരിച്ചു പോകും, ഞാൻ യോഗ ചെയ്തു, ഞാൻ പ്രാണി ഹീലിംഗ് നടത്തി, ഞാൻ വിപാസന നടത്തി, ഞാൻ അപ്പോൾ നമ്മൾ ചില പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചില മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കർത്താവാകും. ഈശോ കർത്താവാണെന്ന് നമുക്ക് തോന്നത്തില്ല, ആ രക്ഷയുടെ അനുഭവത്തിൽ വരാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം അങ്ങനെ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രാക്ടീസുകളല്ല അതുകൊണ്ട് തന്നെ വളരെ നമ്മളെ വിശ്വാസത്തിൽ നിന്ന് അകറ്റാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ സഭയ്ക്ക് ഇപ്പോൾ ഉണ്ട്. സഭയെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾക്കുള്ള എല്ലാ സാധനവും സഭയിൽ ഇരിപ്പുണ്ട്, പക്ഷേ വിശ്വാസികളിലേക്ക് അത് എത്തുന്നില്ല. അതാണ് നമ്മൾ HS മിനിസ്റ്ററെ സംബന്ധിച്ച് നമ്മൾക്ക് സാധിക്കുവോളം നമ്മൾ ചെയ്യുന്നതെല്ലാം സഭയുടെ ഭണ്ഡാകാരത്തിലുള്ളത് വിശ്വാസികളെ എത്തിക്കാനുള്ള വലിയ ശ്രമങ്ങളാണ്. ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, വിശ്വാസികൾ തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ തന്നെ സഭയുടെ പ്രബോധനങ്ങൾ പഠിച്ചു തുടങ്ങണം, അല്ലേ? കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം, മാർപ്പാപ്പയുടെ ചാക്രി ലേഖനങ്ങൾ, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകൾ, ഇതിനെക്കുറിച്ചൊക്കെ തന്നെ നല്ല കമൻട്രീസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അരുൺ കലമറ്റത്തിൽ എന്ന് പറഞ്ഞ അച്ഛൻ്റെ നല്ല വീഡിയോസ് ഉണ്ട്. ഇനി നിങ്ങൾ ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. ഞങ്ങൾക്കറിയാവുന്ന രീതി ഞങ്ങളതിനെ നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ 10-20 വർഷമായിട്ട് നമ്മൾ ഈ ശുശ്രൂഷയിലാണ്. ഞങ്ങൾക്ക് സാധിക്കുന്നു, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഞങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ യോഗ്യരായ മറ്റേ ആൾക്കാർ ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ തനിച്ച് സഭയുടെ പ്രബോധനങ്ങൾ പഠിക്കുന്നൊരവസ്ഥയിലേക്ക് വരണം. അല്ലെ ആരും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെട്ടിവെടിക്കുന്ന അവസ്ഥ നമ്മൾ വിട്ട് കളയണം എന്നുകൂടിയാണ് ഈ കാര്യത്തിൽ എനിക്കൊന്ന് പറയാം. നമ്മളതിൽ ഈ ചർച്ചയുടെ ഒരു അവസാന ഭാഗത്തേക്ക് വരികയാണ്. അപ്പം നമ്മൾ ഈ ചർച്ചയിൽ മൊത്തം കണ്ടെത്തിയത് സോഷ്യൽ മീഡിയ ഒത്തിരി ജനങ്ങളെ സ്വാധീനിക്കുന്നു. അപ്പം വിശ്വാസ സംബന്ധിയായ വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന കത്തോലിക്ക വിശ്വാസികളും അത് കേൾക്കുന്ന കത്തോലിക്ക വിശ്വാസികളും വളരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഈ ലോകത്തിലെ സോഷ്യൽ മീഡിയ ഒന്നുമല്ല വലുതെന്ന് നമ്മൾ കാണേണ്ടത്, നമ്മുടെ വിശ്വാസം തന്നെയാണ് വലുത്. അത് യേശുക്രിസ്തുവിലുള്ള, ഏകരക്ഷകനായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം വളർത്തുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഇടപെടലുകളാണ് ഓരോ കത്തോലിക്ക വിശ്വാസിയിൽ നിന്നും സഭ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അതെ. അതായത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ മറ്റു കൗൺസിലുകളിൽ നിന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായിരുന്നു സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ. അങ്ങനെ ഒരു ഡിഗ്രി തന്നെ സെഗ്മെറ്റിംഗ് കൗൺസിലുണ്ട്. ഇപ്പം നമ്മളീ പറഞ്ഞതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഓപ്പോസിറ്റ് വശമാണ് എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ ഓർത്തതെക്കുറിച്ച്, ഇത് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലൊക്കെ വരുന്നത് 1960-65 കാലഘട്ടത്തിലാണല്ലോ. ഇപ്പോൾ ഉള്ളതിൻ്റെ 4/1 അന്ന് ആക്റ്റീവല്ല സോഷ്യൽ മീഡിയ. എന്നിട്ട് കൂടി എത്ര മനോഹരമായിട്ടാണ് ഒരു പ്രവാചകമായ രീതിയിൽ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ പറയുന്നത്, നിങ്ങൾ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ സത്യവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കണം. ഇപ്പോൾ തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സോഷ്യൽ മീഡിയയിൽ നിന്ന് പിൻവലിയുക എന്നതിനേക്കാൾ ഉപരി ആ സോഷ്യൽ മീഡിയയെ നമ്മളുടെ ആ സത്യവിശ്വാസം പ്രചരിപ്പിക്കാനുള്ള നല്ലൊരു വഴിയാക്കി മാറ്റണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെലിബ്രിറ്റികൾ, കത്തോലിക്ക സെലിബ്രിറ്റികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. നമ്മുടെ സഭയിലുള്ള വിശ്വാസികളാണ് ഇപ്രകാരം കഴിവുള്ളവർ നിലയിൽ ശരിക്കും നമുക്ക് അഭിമാനമുണ്ട്. പക്ഷേ അവരൊക്കെ അതിലൊരു സിനിമാ നടനായ തൃശ്ശൂർ ഭാഗത്ത് മറ്റൊക്കെയുള്ള ഒരു സിനിമാ നടൻ, അദ്ദേഹത്തിന് കുറച്ച് മക്കളൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ വളരെ പേര് സിജോ എന്ന് അങ്ങനെ മറ്റേ പേര്, അദ്ദേഹമൊക്കെ വളരെ കത്തോലിക്ക വിശ്വാസവും പ്രചരിപ്പിക്കുന്നുണ്ട്. അതേസമയത്തിന് ആയിടത്ത് തന്നെയുള്ള പ്രമുഖനായ മറ്റൊരു സിനിമാ നടൻ അദ്ദേഹം പറയുകയാണ്, ബലമില്ലാത്ത ആളുകൾ ദൈവത്തിൽ വിശ്വസിച്ചോട്ടെ, എനിക്ക് ബലമുള്ളതുകൊണ്ട്, അദ്ദേഹം ജിമ്മൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു, അത് ബലമുള്ളതുകൊണ്ട് എനിക്ക് വേണ്ട. മുമ്പ് ഈ വാഴയ്ക്കാന്ന് അദ്ദേഹം പറഞ്ഞത്, ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പിന്നെ കണ്ടക്ടർ മിക്കവാറും മുകളിൽ കമ്പി പിടിക്കാറില്ല, യാത്രക്കാരെ പിടിക്കുന്നത്. കണ്ടക്ടർക്ക് നല്ല പ്രാക്ടീസുണ്ട്. ഇദ്ദേഹം കണ്ടക്ടറെ പോലെയാണ്. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടക്ടർ ചില സമയത്ത് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വണ്ടി വളയുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ വെറുതെ ചുമ്മാതെ ഒരു യുക്തി നിന്ന് മാത്രമേ ഉള്ളൂ. ദൈവവിശ്വാസം നമുക്ക്
അതിന് ഒരു നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ അതിന്, ഓരോരുത്തരുടെയും രീതിയിലേക്ക് അങ്ങനെ മാറ്റിയെടുക്കാൻ നല്ലത്. ദൈവമുണ്ട്, ആ ദൈവവിശ്വാസം എല്ലാവരും ശ്വാസോച്ഛ്വാസം പോലെ സ്വീകരിക്കേണ്ടതാണ്. ചിലർക്കത് ഇപ്പോഴും അത് കിട്ടിയിട്ടില്ല. ആ കിട്ടിയില്ല എന്നുള്ളത് പുണ്യമായിട്ടല്ല കരുതേണ്ടത്. ദൈവവിശ്വാസം നിങ്ങൾക്ക് ലഭിക്കാത്തത് ഒരു പുണ്യമായിട്ടല്ല കരുതേണ്ടത്, ഏറ്റവും വലിയ ദുരന്തമായിട്ടാണ്. പക്ഷേ ദൈവം കരുണ ചെയ്ത് അത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കത്തോലിക്ക സെലിബ്രിറ്റികൾ ദയവ് ചെയ്ത് നിങ്ങളുടെ സംസാരം കൊണ്ടോ നിങ്ങളുടെ ശൈലി കൊണ്ടോ നിങ്ങളെ ഫോളോ ചെയ്യുന്നവരെ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് അകറ്റുന്നവരാകരുത്. മറ്റ് ഈശോ അറിയാത്തവർക്ക് കൂടി ഈശോയിലേക്ക് വരത്തക്ക രീതിയിലുള്ള നിലപാടുള്ളവരായിട്ട് മാറട്ടെ എന്നുകൂടിയാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഈ കേട്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.